പിന്നെയും പോയി തിരിച്ചു വെക്കല്ല പരിപാടി സാധാരണഗതിയിൽ. ഇന്നലെ ബാല കൊടുത്തൊരു പരാതിയുണ്ട് പോലീസ് സ്റ്റേഷനിലെ. ആ പരാതിക്കകത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്. 50 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് ഞാൻ അവനെ വിളിച്ചെന്നോ അല്ല എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരോ വിളിച്ചെന്നോ. ഇനി അങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തണം ആരായാലും, അല്ലാതെ വഴിയില്ല. അത് എനിക്കും ആ പരാതി ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ ഒരാൾ ബാലയെ വിളിച്ചിട്ട് പൈസ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കണ്ടെത്തേണ്ട ആവശ്യം എൻ്റെയും കൂടെ അല്ലേ? അല്ലാതെ അത് ബാലയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? കാരണം എനിക്ക് വന്നേക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഒരാൾ ചുമ്മാ എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ പോലും എനിക്ക് പൈസ ഞാൻ മേടിക്കാറില്ല. ഒരുത്തനെയൊന്നും മേടിച്ചിട്ടില്ല. ഇന്നേ വരെ അങ്ങനെ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. എൻ്റെ മാത്രമല്ല, പാരമ്പര്യമായിട്ടുണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഈ പണി കാണിച്ചിട്ടില്ല. മനസ്സിലായോ? അതായത് തലമുറകളായിട്ട് അങ്ങനെ ഒരു പേരുദോഷം ഇല്ല. അങ്ങനെ അന്വേഷിച്ചാൽ മനസ്സിലാവും. അത് വേണ്ടത്ര പരിചയമില്ലാത്തതുകൊണ്ട് ആളുകൾക്ക്. എന്തിനാട്ടെ. അപ്പം അത്തിരി തെണ്ടിത്തരം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കണം. അത് ആരാണെങ്കിലും വിളിച്ചവനെ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ഒരുത്തം വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വിളിയായിപ്പോയി. പിന്നെ മാത്രമല്ല, അങ്ങനെ ഇപ്പം ബാല എനിക്കൊരു 50 ലക്ഷം രൂപ അത് വിട്, ഞാനാണെന്നങ്ങ് വിചാരിക്കുക. അല്ലെ എനിക്കെന്തുവാ എന്നെ സംശയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യാനാ? 50 ലക്ഷം രൂപ മേടിച്ചിട്ട് ബാലയുടെ കേസ് പിൻവലിക്കും എലിസബത്ത്. ഭയങ്കര തമാശയായിപ്പോയി. പോലീസ് ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകത്തില്ലേ? എവിടുന്നേലും ഒരുത്തും വിളിക്കുന്നുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കണം. അത് ഞാനും പരാതി കൊടുക്കാൻ റെഡിയാണ്. മനസ്സിലായോ? അതെന്താണെന്ന് അറിയണം എനിക്ക്. അല്ലാതെ ഇങ്ങനെ കിടന്ന് കളിക്കാൻ പറ്റത്തില്ല. ഈ ആർക്കും എന്തും പറയാം എന്ന് പറഞ്ഞ പോലെ ആർക്കും എന്ത് കേസും കൊടുക്കാന്നുള്ള പോലെ ബാല എന്ന് കൊടുത്തോണ്ടിരിക്കുക. ഇത് ബാല തന്നെ സെറ്റ് ചെയ്തേക്കുന്ന കാര്യമാണ്. അല്ലാതെ വേറെ ആരും എൻ്റെ പേര് വിളിക്കത്തില്ല. എന്നെ അറിയാവുന്ന ഒരുത്തം പോലും വിളിക്കത്തില്ല. പിന്നെ എൻ്റെ അടുത്തോട്ട് വരുക 50 ലക്ഷം മേടിക്കാന്ന് പറഞ്ഞാൽ അത് കോമഡിക്കൊക്കെ പറയാൻ കൊള്ളാം, ഒരു തമാശയ്ക്ക്, അല്ലെങ്കിൽ ഇവനെ ചുമ്മാ പേടിപ്പിക്കാൻ, ഇവനെ കളിയാക്കാനൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളുന്നത്. അല്ലാതെ സീരിയസ് ആയിട്ട് ഒരാൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അവനായിട്ടുള്ള പരിപാടി അപ്പം കട്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു പണി ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അല്ലെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു പ്രൊമോഷനെങ്കിലും ചെയ്യാടോ. എന്തിനാടോ ഇതിനൊക്കെ പോകുന്നേ? 2 ഉദ്ഘാടനത്തിന് പോയാൽ പോരെ? അല്ലേ വേണ്ട, എന്തെല്ലാം പ്രോഡക്ട്സ് ഉണ്ട്, ഇതൊക്കെ ചുമ്മാ പ്രൊമോഷൻ കൊടുത്താൽ മതി. അതുപോലും നമ്മൾ ചെയ്യാറില്ല. മനസ്സിലായോ? അപ്പോഴാണ് ഇവനെ പോലെ ഒരുത്തനോട് എന്നിട്ട്, അതും ബാലയോട്, ബാലയുടെ ഇങ്ങനെ സാധനം ഇറക്കി ഇത് ഒറിജിനൽ വല്ല കാരണം ഇങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? അവൻ എന്തോരം കാണിച്ചേനെ. ഇതൊരു കള്ളക്കേസ് ആയതുകൊണ്ടാണ് ബാല വലിയ മസിൽ പിടിക്കാത്തത്. അതേസമയം ഇങ്ങനത്തെ ഒരു പരിപാടി എവിടെയെങ്കിലും ഞാൻ നടത്തുമോ, എന്നെ കറക്റ്റായിട്ട് അതിന് കിട്ടുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവനെ ട്രാപ്പ് ചെയ്യത്തേ ഉള്ളൂ. അവൻ ഇങ്ങോട്ട് വന്നാലും ഞാനും അതേ ചെയ്യത്തുള്ളൂ. ബാലയ്ക്ക് ഒരു രീതിയിലും എത്ര രൂപ തന്നാലും ഒതുങ്ങത്തില്ലെന്ന് ബാലയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ബാല ഇങ്ങോട്ട് വരത്തില്ല അതും പറഞ്ഞ്. മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ചെന്ന് അങ്ങോട്ട് ചോദിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായതാ, ഒരു ഓഡിയോ ഉണ്ടാക്കി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് എന്തോന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് കോംപ്രമൈസ്, അതെൻ്റെ കൂട്ടുകാരനാ, അവനോട് ഞാൻ വെറുതെ പറഞ്ഞതാ, ഇതൊന്നും ആ സംസാരമാണ് അത്, ഇങ്ങനെയല്ല, അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വേണം, അല്ലാതെ എന്തോ അങ്ങനെയാണെങ്കിൽ അവൻ തോറ്റു നിന്റെ പാടി ഇവിടെ വരട്ടെ, നിന്റെ മോൻ ഇവിടെ വന്ന് അവൻ നമ്മളോട് സ്നാപ്പും പറഞ്ഞൊരു പാട്ടും പാടിയിട്ട് വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് അതിൻ്റെ രീതിയും ശരിക്കും. അല്ലാതെ ബാലച്ചേട്ടൻ വരുമ്പോൾ വാ മോനെ കോംപ്രമൈസ് ആക്കടാ എന്ന് പറയുമ്പോൾ ആരും കോംപ്രമൈസ് ഒന്നും ചെയ്യത്തില്ല. അതിന് അവൻ തീരുമാനിക്കണം. അല്ലാതെ അവനോട് എന്ത് കോംപ്രമൈസ്, എന്നാലും നടക്കത്തില്ല, അത് വേറെ കാര്യം. ബാലയേട്ടന് ഒരിക്കലും ജീവിതത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല, അത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല അന്നത്തെ കേസിൽ, അന്ന് എൻ്റെ കേസാ, നമ്മുടെ അടുത്ത് വന്ന് കയറിയ ഭവനവേദനവും തോക്ക് കാണിച്ച് വധഭീഷണി മുഴക്കിയ കേസാണ്. ഇവിടെ കേസ് എന്തുവാ? എലിസബത്ത് വീഡിയോ ഇടുന്നു, എലിസബത്ത് അവരുടെ കാര്യം പറയുന്നു, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നു, ഇത്രയോ യൂട്യൂബേഴ്സ് ഇടുന്നു, അതുപോലെ തന്നെ ഞാനും ഇടുന്നു. അത്രയും വ്യത്യാസമുള്ളൂ. പിന്നെ എലിസബത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കേസിൽ സാക്ഷിയാണ് എലിസബത്ത്. മനസ്സിലായി? തോക്കെന്ന് പറയുന്ന സാധനം ഇവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്നും ഇവൻ കൊല്ലാൻ തന്നെ ഇറങ്ങിയെന്നുള്ളതിൻ്റെ സാക്ഷിയാണ്. മനസ്സിലായോ? അവൻ ആക്രമിക്കുമെന്നുള്ള ആര് 100%. ഞാനിവിടെ ഇല്ല, ഉണ്ടാകുന്ന ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ. അതിൻ്റെ സാക്ഷിയാണ് ആ കുട്ടി. അപ്പം അവരെ ഞാൻ കാണണം. പിന്നെ ഇല്ലാതെ അതുകൊള്ള ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ പിന്നെ? അതും ഒരു ഇവൻ്റെ പീഡനത്തിനിരയായ ആള്, ഞങ്ങൾ സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരുടെ അടുത്ത് പോയി കാണണം, എൻ്റെ കാര്യത്തിനും സംസാരിക്കണം, അവരുടെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും. എനിക്ക് അത്രേ പറ്റത്തുള്ളൂ. അത് നടന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ എനിക്ക് ഇവന് 50 ലക്ഷം രൂപ തന്നാൽ അതൊന്നൊന്നും ആലോചിക്കും. എലിസബത്ത് വീഡിയോ എടുത്ത് നിർത്തുമോ? എലിസബത്ത് എന്താ ഇതിൽ നിന്ന് പിന്മാറണോ? ഞാനാണോ എലിസബത്തിനെ ഇതൊക്കെ ചെയ്യിക്കുന്ന ആള്? എലിസബത്തിന് ബുദ്ധിയും ബോധവും ഇല്ലാത്ത പെണ്ണ്, അവള് ഞാൻ പറയുന്ന പോലെ എന്തോ പറയുന്ന പോലെ എന്നാണോ ഇവൻ വിചാരിച്ചത്? അല്ലെ നിങ്ങളൊക്കെ വിചാരിച്ചത്? പോലീസുകാർ അങ്ങനെയൊക്കെ വിചാരിച്ചോ ആവോ? ഞാൻ ഈ പരിപാടി ഇപ്പൊ എന്നോട് പറയാം, എലിസബത്തിനോട് ഒന്ന് നിർത്താൻ പറ, നിനക്ക് ഞാൻ 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ ഞാനത് മേടിച്ചിട്ട് എലിസബത്തിനോട് എന്ന് പറയുക, എലിസബത്തെ വീഡിയോ നിർത്തിക്കോ എന്ന് പറഞ്ഞ എലിസബത്ത് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അതുകൊള്ള എലിസബത്തിന് പൈസയുടെ ആവശ്യത്തിനൊന്നും അല്ല എലിസബത്ത് ഈ വീഡിയോ ഇടുന്നത്. എലിസബത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇവൻ ശിക്ഷിക്കപ്പെടണം, അവരുടെ ആവശ്യം അതാ. അല്ലാതെ ഇവൻ കണ്ടേക്കുന്ന പെണ്ണുങ്ങളെ പോലെ എന്നാണോ ഇവൻ വിചാരിച്ച്? കാശ് കൊടുത്ത ഉടനെ എന്തും പീഡിപ്പിച്ച് കഴിയുമ്പോൾ കാശ് കൊടുത്തിട്ട് വിടാം എന്ന് ധാരണ ഇവനുണ്ടാവും. ആ തെണ്ടിയുടെ എന്താ പറയണ്ട മനസ്സിലാക്കൽ ഇതൊക്കെയാ. അതിന്റെ പ്രശ്നം കൂടെ അവൻ ഈ കാണിക്കുന്നത്. കാശ് എന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവന്റെ കാശിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഒരു രൂപയുടെ ആവശ്യമില്ല. എലിസബത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് നാളെ വേറെ അത് തന്നെ. ഇതിനു മുമ്പുണ്ടായി, അമൃത ബുദ്ധിമുട്ടി, അമൃതയുടെ മോക്ക് വരെ ബുദ്ധിമുട്ടുണ്ട്. അതായത് ബാലയുടെ മോളെ വരെ മോശമായിട്ട് മീഡിയ പറഞ്ഞവനായി. സ്വന്തം മോളെ പറ്റി അനാവശ്യം പറഞ്ഞിട്ട് ഇന്നലെ ചോദിക്കുക, എനിക്കൊരു കുട്ടി ഉണ്ടാകുന്നത് നിങ്ങളുടെ ആഗ്രഹമില്ലെന്ന്. എന്നിട്ട് എന്തിനാ നാളെ അതിനെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞിറക്കി ആ കൊച്ചിനെ നാണം കെടുത്തി സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ വരെ ചോദ്യങ്ങൾ ഉണ്ടാക്കി? അത്രയും തെണ്ടിത്തന്നെ നിനക്കിനി എന്തിനാടാ കൊച്ച്? എനിക്കറിയത്തില്ല ഇവൻ എന്തിനാ കൊച്ചത്. ഇനി ഒരു കൊച്ചിനെ കൂടെ നശിപ്പിക്കണം ഇങ്ങനെ. ആ കൊച്ചിറങ്ങി വീഡിയോ ഇട്ടു ഇവനെതിരെ. അവൻ പിന്നെ വന്നിട്ട് പറയാം എനിക്കൊരു കുട്ടി വേണമെന്ന് ആഗ്രഹമില്ല എന്ന്. ആർക്ക്? ഇവന് വെളിവൊന്നുമില്ല, ഇവന് ഓർമ്മയില്ല ശരിക്കും. നിനക്ക് കുട്ടി ഉണ്ടടാ, നീ ആ കുട്ടിയെ നശിപ്പിച്ചേക്കുക. വൃത്തികേടുകൾ പറഞ്ഞ കൊച്ചിനെ നാറ്റിച്ച് ഒന്നുമില്ല. നീ അവന്റെ അപ്പനല്ലേ? ആ കൺസിഡറേഷൻ പോലും കൊടുക്കാതെ നീ ആ കൊച്ചിനെ സമൂഹ മാധ്യമങ്ങളെ നാറ്റിച്ചതിന് കേസില്ലടാ നിനക്ക്. ആ തെണ്ടി എന്നേക്കുവാ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസും കൊണ്ട്, നാണം ഉളുപ്പും ഇല്ലാത്തവൻ. അതുകൊള്ളാം. ഈ കാര്യത്തിലൊന്നും ഉണ്ടല്ലോ, ഒരു രീതിയിലും നിന്നെപ്പോലത്തെ ഒരുത്തിനോട് ഒരു കോംപ്രമൈസും ഇല്ല. നീ 50 അല്ല 1 കോടി രൂപ എന്നാലും നിന്നെ ഇങ്ങനൊന്നും വിടാൻ തീരുമാനിച്ചില്ല. ഞാനെന്നും നിനക്കെതിരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും നിനക്ക് അത് നിർത്താൻ പറ്റത്തില്ല. അല്ല പിന്നെ നീ ഇനി വെല്ലോരം വീട്ടിനെ തല്ലി കൊല്ലിക്കണം, മനസ്സിലായി? നീ തോക്കൊക്കെ ആയിട്ടോ നിന്നെ വെടിവെച്ചാൽ കൊല്ലണം, അല്ലാതെ നടക്കത്തില്ലടാ. അത്രയ്ക്ക് തെണ്ടിയാ നീ. അതുകൊണ്ടാ നീ കാണിക്കുന്ന തെണ്ടിത്തരമൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ട്. എൻ്റെ നേരെ നീ തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് വന്നവനാ. നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് നീ അവിടെ കാണിച്ചു തരാം നിനക്ക്. അങ്ങനെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. കേസിന് മണ്ടയ്ക്ക് കേസ് വന്നോണ്ടിരിക്കും നിനക്ക്. ഉറപ്പായിട്ടും നീ അനങ്ങത്തില്ല. നീ ഇവിടെ നീ എവിടെയെങ്കിലും ഒരുത്തിനെ പോയി തൊട്ട് നോക്കടാ, അപ്പൊ കാണിച്ചു തരാം ബാക്കി. ഇനി കേരളത്തിൽ ആർക്കെങ്കിലും വേറെ പരാതി ഉണ്ടെ പറ. ഇവൻ അടിച്ചവരോ ഉപദ്രവിച്ചവരോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഇതിനകത്ത് താല്പര്യമുള്ളവരോട് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഇവന് ഉപദ്രവിച്ചവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇപ്പൊ തീർത്തു കൊടുക്കാം ഇവന്റെ പരിപാടി. ആഹാ, കള്ളക്കേസ് കൊടുത്തിട്ട് നടക്കുന്നോ? ഒറിജിനൽ കേസ് തരാം പോലീസിന്. എന്തിനാ കള്ളക്കേസാക്കുന്നത്? എന്തിനാ? കിടപ്പുണ്ടല്ലോ, എൻ്റെ കേസൊക്കെ കോടതി നടക്കുന്നുണ്ട്, അതിനകത്ത് സാക്ഷിയും വന്നിട്ടുണ്ട്. എന്തോ നടപടി എടുക്കുന്നോ നോക്കട്ടെ. ആ തോക്ക് കണ്ടുപിടിക്കണം. തോക്കുണ്ടെന്നുള്ള അറിഞ്ഞല്ലോ. 1 അല്ല 2 സാക്ഷികളുണ്ട്. അവൻ തോക്കുമായിട്ട് ഇവിടെ വന്നെന്നും ആരാരുടെ സ്റ്റേഷനിൽ കൈക്കൂലി കൊടുത്തെന്ന് വരെ ഉള്ളതിന് ഇവിടെ കണ്ട് ഓരോരുത്തർ പറഞ്ഞു നടപ്പുണ്ട്. എല്ലാം തരാം, അങ്ങോട്ട് ഇട്ട് തരാം. നിന്റെ കൂടെ ഉള്ളവന്മാരുണ്ട് കുറേ എണ്ണം, അവന്മാരെ പിടിക്കുന്നുണ്ട്. നീ എന്ത് വിചാരിച്ചേ? അങ്ങനെ ചുമ്മാ നിന്റെ തല ഉണ്ടെന്നോ അല്ലടാ ഇവിടെ ബാക്കിയുള്ളവരുടെ തലയ്ക്കകത്ത് ഓടുന്നത്. വെളിവില്ലാത്തവൻ പറയുന്ന വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ട് കുറേ പൊട്ടന്മാർ കിടപ്പുണ്ട്. അതുപോലെ അല്ല. നീയേ വിവരം അറിയും, അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ബാലയ്ക്കെതിരെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. ഈ ചെകുത്താൻ 2024 എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ചെകുത്താൻ 2024 എന്നാണ് പേജിന്റെ പേര്. ഞാനൊരു മറ്റേ ലോക്കപ്പിൽ നിൽക്കുന്ന ഫോട്ടോ പ്രിന്റ് ചെയ്ത ബനിയനാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ DP-യിൽ. അവിടെ കൊണ്ടുവന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ബാലയ്ക്കെതിരെ എന്ത് പരാതി ഉണ്ടെങ്കിലും നിയമ നടപടികൾക്ക് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ അന്ന് ഏതെങ്കിലും രീതിയിൽ ഇവന് ഭീഷണിപ്പെടുത്തിയോ അല്ലാതെയോ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും അവരോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യത്തിന് നീതി വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ. ഒന്നും അറിയണ്ട, വെറുതെ വന്ന് ഈ കാര്യം പോലീസ് സ്റ്റേഷനിലും ഒരു പരാതിയും കൊടുത്താൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ കാണാമല്ലോ. വരും.
ഒരുത്തനുണ്ട്, അമൃതയുടെ ഒരു ഡ്രൈവർ പണ്ട് അടി കിട്ടിയിട്ട് എങ്ങാണ്ട് പോയിട്ടുണ്ട്. അവൻ്റെ ഒരു വീഡിയോ എല്ലാവരും ഫേസ്ബുക്കിലും അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതാ. ഇവൻ തല്ലുന്നവനും അടി ഉണ്ടാക്കുന്നവനാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ എലിസബത്ത് പറയുന്നുണ്ട്. സെക്യൂരിറ്റിയെ തല്ലി വീട്ടിൽ വിളിച്ചു വരുത്തി അവൻ്റെ തന്നെ സെക്യൂരിറ്റി ആണ് അടിക്കുന്ന സീൻ അവൾ കണ്ടിട്ടുണ്ട്. വേറെ ഒത്തിരി പേര് ഇവൻ ഇറങ്ങിയാണ് തല്ലുണ്ടാക്കുന്നതൊക്കെ അവൾ കണ്ടിട്ടുണ്ട്. ആ പെണ്ണ് പേടിച്ചായിരിക്കുന്നത്. ഇപ്പോൾ ഇവളെ ഉപദ്രവിക്കുന്നുള്ള പേടി കൊണ്ട് അതിന് പുറത്തിറങ്ങാൻ പറ്റാത്തവളെ പിന്നെയും ചെന്നിട്ട് അവൾക്കെതിരെ കേസ് വീഡിയോ സീരീസ് ആയിട്ട് ഇട്ടെന്ന്, സീരീസ് ആയിട്ട് കെട്ടി സീരീസ് ആയിട്ട് പീഡിപ്പിച്ചവള് ആ സീരീസ് ആയിട്ട് പീഡിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ അവൻ ചെന്നിട്ട് കേസ് കൊടുത്തേക്കുക കമ്മീഷൻ ഓഫീസിൽ. എലിസബത്തിനെതിരെ പരാതി കൊടുത്തിട്ട് ഇപ്പൊ കേസ് എടുക്കുന്ന എന്തോന്ന് നമുക്ക് കണ്ടറിയാം. ഇത്രയും ദിവസം ഈ പറഞ്ഞ കമ്മീഷണറോ ഇവിടുത്തെ പോലീസുകാരോ ഒന്നും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഒരു പെങ്കൊച്ച് അവിടെ കിടന്ന് കരഞ്ഞു പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇവന്മാർ പറയുന്നത് ഇങ്ങനെ ചെന്ന് കയറി ആ പേപ്പറിൽ എഴുതി അങ്ങനെ ആക്കിയാലേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. ആ ഒരു സിസ്റ്റത്തിൽ ചെല്ലാത്തോണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ല ഇതൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ പറയുന്നവരൊക്കെ കള്ളം പറയുകയെന്നാണോ നിങ്ങളപ്പോൾ വരുത്തി തീർക്കുന്നത്? അവർക്ക് എന്ത് സംരക്ഷണമാണ് കൊടുത്തത്? അതുകൊള്ളാം. ഇപ്പോൾ ഒരാൾ വെറുതെ നിന്ന് വെറുതെ നിന്നും പോട്ടെ, എവിടെയെങ്കിലും ഇങ്ങനെ അലച്ചു പോയാലും പോലീസുകാർ പറയുമായിരിക്കും ഇങ്ങനെ നോക്കി നിന്നിട്ട് പരാതിയുമായി വരട്ടെ, അവിടെ ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ, അവരലച്ചു പോയതല്ലേ ഉള്ളൂ. ഇനി അവരെങ്ങാനും മരിച്ചു പോയാൽ ശവം എടുത്തിട്ട് നമുക്ക് കൊലപാതകയെ കണ്ടുപിടിക്കാം. ഇനി മരിച്ചിട്ടില്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കാം. അപ്പോൾ അവർ പരാതിയുമായി വരുമല്ലോ. ഇത് മറ്റേ കൃഷ്ണൻകുട്ടി നായർ മൂക്കില്ല രാജ്യത്തിൽ ഇരുന്ന് സംസാരിക്കുന്നവരുണ്ട് ഇപ്പോൾ പോലീസുകാരുടെയൊക്കെ. ഈ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടി നായർക്ക് തുല്യമാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ വന്ന് പറയില്ലല്ലോ, അടിച്ചു കഴിഞ്ഞാൽ അയാളെന്ന് പറയല്ലോ. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കത്തില്ലേ കൊല്ലാനുള്ള ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ, ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയായി കാണുന്നത്. ഇനി കൊല്ലാനുള്ള ആളെ കൊണ്ടിരുന്നു എന്ന് പറയുന്ന പോലെ ഈ ഇവന്മാരെല്ലാം നമ്മൾ പിടിച്ചോണ്ട് പോയി അവിടെ കൊടുത്താൽ ഇവർ വേണേൽ എന്തുമായിരിക്കും ഇവർ ചെയ്യുന്നത്? ഇവർ പിന്നെ അതിനകത്തുനിന്ന് അവനെ എങ്ങനെയും ഊരിയെടുത്ത് പുറത്തുവിടാനുള്ള പേപ്പർ ഉണ്ടാക്കുമോ? എന്താ ഇവർ ചെയ്യുന്നത്? അതിനിടയിൽ അവൻ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുമ്പോൾ കേസ് എടുക്കാതിരിക്കുക. എന്നിട്ട് കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ വെച്ച് സകല മീഡിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവൻ അടിക്കും തല്ലും തൊഴിക്കും എന്നൊക്കെ പറഞ്ഞ ആരെയാ? ഇതിനുള്ള സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടി? ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് പറയാൻ കൊള്ളുന്ന ആരെയാണത്? അവൻ ആരെയാ വെല്ലുവിളിക്കുന്നത്? ഇവന്റെ കേസാണോ കമ്മീഷൻ എടുത്തേക്കുന്നത്? ഇവനെ അവിടെ നിന്നോണ്ടാ പറഞ്ഞേക്കുന്നത്. കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ നിന്ന് മീഡിയയോട് പറയാം ഞാൻ ചിലപ്പോൾ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും സാധ്യതയുണ്ടെന്ന്, വെട്ടാനും കൊല്ലാനും തോക്കെടുത്ത് വെടിവെക്കാനും സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനസ്സിലായി? ഇവൻ അക്രമാസക്തനാണ്, ഇവൻ ക്രിമിനലാണ്. ഇവന് സമാനമായ കേസ് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ന കേസ് കോടതി നടക്കുന്നുണ്ട്. അതേ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും. മാനസികമായിട്ടും പ്രശ്നമുണ്ട് ഇവന്. അല്ല ഇങ്ങനെയൊക്കെ കാണിക്കൂ ആരെങ്കിലും? അല്ല വെളിവുള്ളവനൊന്നും അല്ല ഇവൻ. ഇവൻ ക്രിമിനലാണ്, ഇവന് അക്രമാസക്തനാണ്. ഇവന് ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇവന്. അവൻ ആക്രമിക്കുന്നുണ്ട്. എത്ര പേര് അടിച്ച കഥ വന്നു. ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം കണ്ടിട്ടും ഒരിടത്ത് ഇറങ്ങി നടന്നൊരുത്തിന് ഇത്രയും പണി കാണിക്കുന്ന കണ്ടിട്ട് പോലീസിന് ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് അവൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കെതിരെ FIR ഒക്കെ പടപെടാന്നായിരുന്നു. ഞാനും ആറാട്ടിനോട് ഗൂഢാലോചന നടത്തിയെന്ന് പാലാട്ടിന്റെ സ്റ്റേഷനിൽ കൊണ്ട് FIR ഇട്ടേക്കുന്നു. അതെന്നാ പരിപാടിയാ? ആ ആറാട്ടണ്ണൻ ഇവന്റെ കൂടെ 2ാം പ്രതി എന്റെ കേസിൽ. എന്നിട്ട് ഞാനും ആറാട്ടനോട് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് വേറൊരു കേസ് വേറൊരു സ്റ്റേഷനിൽ. ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർ ഇങ്ങനെ ഇവൻ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് മേടിച്ചിട്ട് ചെയ്യുന്ന പണിയാണെന്നല്ലാതെ ഒരു കാര്യം പറയാനില്ല ഇതിനകത്ത്. നമ്മുടെ കേസിൽ തോക്ക് 100 വട്ടം പറഞ്ഞിട്ട് FIRനകത്ത് തോക്കില്ല. എത്ര രൂപ കിട്ടിക്കാണ്? നക്കാപ്പിച്ച മേടിച്ചിട്ട് ഇവന്മാർ ഇത് പണിയെടുക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പിന്നെയും ചെന്നേക്കും അവൻ അതും എടുത്തിട്ടുണ്ടാവും. ഇനി ഞാനൊക്കെ ഇനി നമ്മൾ പോയി തെളിയിക്കണമായിരിക്കും. ഇനി 50 ലക്ഷം ഞാനല്ല ചോദിച്ചത് അല്ലേ? ഒരു ഗതികേട് നോക്കിക്കോണേ. ഇവിടെ എങ്ങനെ എന്ത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഇവനാണോ ഇവ ശമ്പളം കൊടുക്കുന്ന പോലീസിനൊക്കെ? ശമ്പളം കൊടുക്കുന്ന പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികെട്ട പോലീസുകാർ. ഗവൺമെന്റ് ഇത്രയ്ക്ക് ഗതികെട്ടതാണ്. ഈ നാറിയുടെ നിന്നൊക്കെ കാശ് മേടിച്ച് തൊഴിലെടുക്കുന്നവർക്ക് ഗതികേടുണ്ടാക്കിയോ പോലീസിന്? അതൊരു നാണക്കേടല്ലേ? പോലീസുകാരുടെ നാണക്കേട് ഓർത്ത് നോക്കിയേ. ഇവന്റെ കയ്യിൽ നിന്ന് ശമ്പളം പറ്റിയിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. അല്ല അവരിങ്ങനെ പണിയെടുക്കത്തില്ല. അല്ല അങ്ങനെയാണോ പണിയെടുക്കുന്നത്? മോഹൻലാലിന്റെ നിന്ന് കാശ് മേടിക്കണം, സിദ്ദിഖിന്റെ നക്കാപ്പിച്ച തിന്നണം, അവർക്ക് വേണ്ടി പണിയെടുക്കണം. എനിക്കറിയത്തില്ല. കള്ളക്കേസ് ഉണ്ടാക്കണം, അതിന്റെ പുറകെ നടക്കണം ഒരു ദിവസം. ഇവിടെ കേസൊന്നും ഇല്ലാത്ത പോലെ അതിനിടെ ചെന്ന് കയറിയേക്കുക. ഒരു ലോജിക്ക് വേണ്ടേ?
കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തിനാണ് എനിക്ക്, എങ്ങനെ ഞാൻ ഇത് നിർത്താൻ പറ്റും. എനിക്കൊരു 50 ലക്ഷം പോയി ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചാൽ എടുത്തിങ്ങി തരുമോ? അങ്ങനെ ഒരു കൊടുക്കുന്ന ഒരു ശരി, ഇവൻ പൊട്ടനായതുകൊണ്ട് വേണേ ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റിയവനെ, വല്ലവനും ഇടയ്ക്ക് നിന്ന് പറ്റിക്കാൻ നോക്കിയായിരിക്കും ഈ ഗ്യാപ്പില്. മനസ്സിലായോ? എനിക്ക് ഇതേപോലത്തെ ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതായത് വേറൊരു സ്ഥലത്ത് ചെന്ന് ഒരാൾ ചെന്ന് ഒരു സെറ്റിൽമെന്റ് നടത്തിയായിട്ട് എനിക്കറിയാം. നമ്മൾ എന്നിട്ട് ഒരാൾ ഇപ്പൊ പൈസ കൊടുത്തിട്ടില്ല, കടം മേടിച്ചിട്ട് കൊടുക്കാത്തിടത്ത് എന്നിട്ട് പറഞ്ഞേക്കുക, അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇടും, ഇത് വലിയ പ്രശ്നമാവും, അതുകൊണ്ട് പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ കടം മേടിച്ച് പൈസ തിരിച്ചു കൊടുത്തു. മനസ്സിലായോ? അങ്ങനെ വല്ലതും ഇടയ്ക്ക് ആൾക്കാർ കളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവനെ കണ്ടുപിടിക്കണം. കാരണം അവൻ ഇതുപോലെ ആരുടെയൊക്കെ പേരിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ആളാന്ന് വരെ പറഞ്ഞ് ചിലപ്പോൾ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടാകത്തില്ലേ? ശരിയല്ലേ? എന്റെ പേരും പറഞ്ഞ് നടക്കുന്നവൻ ഉറപ്പായിട്ടും വേറെ പലരുടെ പേരിലും പലരെയും വിളിച്ചിട്ടുണ്ടാവും ഈ ഗ്യാപ്പിൽ. അവന്റെ സ്ഥിരം പണിയായിരിക്കും ഇത്. അവനെ കണ്ടുപിടിക്കണം. അവൻ ആരാന്ന് കണ്ടുപിടിക്കണം. അവൻ ആരാണ്, അവനെതിരെ എനിക്കും പരാതിയുണ്ട്. കാരണം എന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് ഉറപ്പായിട്ടും ഉണ്ട്. അതിനെ കണ്ടെത്തണം. എന്തെങ്കിലും കാണണം. അങ്ങനെ ചുമ്മാ അത് അല്ലെങ്കിൽ ബാല ഉണ്ടാക്കിയത് തന്നെ ഇത്. ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഇത് ബാല തന്നെ സെറ്റ് ചെയ്യുന്ന. അവിടെ തീർന്നേനെ. പക്ഷെ ഇവര് അങ്ങനല്ലല്ലോ. ഇവന് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുമല്ലോ. അവൻ കാശ് കൊടുത്തതിന് ചെയ്യുന്ന പണികളല്ലേ. അല്ലെങ്കിൽ ഇങ്ങനത്തെ പരാതി കൊണ്ട് നമ്മൾ എന്നാൽ ഇവരെടുക്കുവോ? ഇപ്പൊ ബാലയുടെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് ഏതോ ഒരു അൺനോൺ നമ്പറും കൊടുത്തിട്ട് പറയാം എന്നോട് 50 ലക്ഷം രൂപ ചോദിച്ചു. എന്തൊരു കോൾ റെക്കോർഡിംഗ് പോലെ ഒരു സൗണ്ടും. ഇനി സിമിലർ ബാലയുടെ പോലെ തന്നെ സംസാരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അയാളെ അല്ല റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എനിക്കും ഉണ്ടാക്കിയത് അൺനോൺ നമ്പർ, ഇന്റർനാഷണൽ കോള്. എന്നിട്ട് നമ്മൾ പറയും അതേ ബാല എന്നെ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ പിടിക്കൂ? നമ്മളൊന്നും പറഞ്ഞ് എടുക്കത്തില്ലടാ. അതൊക്കെ ചുമ്മാ ആയിരിക്കുമെന്ന്. തോക്ക് വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ഇവിടുന്ന് പേടിച്ച് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റും. ഇവന് തലക്കോളികളൊന്നും അല്ലല്ലോ. ഇവൻ ചെന്ന് വെടിവെച്ച് എന്ത് ചെയ്യും? ഇവൻ അക്രമാസക്തനാവുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നത്. പിന്നില്ലാതെ അതില്ല. ഇങ്ങോട്ടുണ്ടാക്കുമ്പോ ഒരു കുഴപ്പമില്ല. ആരോ എന്തോ കള്ളത്തരം പറഞ്ഞപ്പോ അതിന് കേസ് കൊടുത്തേക്കുക. ഇനി FIR ഇടുമായിരിക്കും. ഞാൻ ഇനി അതിന്റെ പുറകെ നടക്കണം. നല്ല സഹായം പോലീസിനെ കൊണ്ട്. ഞാൻ ടാക്സ് അടയ്ക്കാതിരിക്കേണ്ടി വരുമോ? നമ്മളോട് ഇങ്ങനെയാണോ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? ആ തുല്യതയൊന്നും ഇല്ല. കാശ് മേടിച്ച ഇവര് ആര് കാശ് കൊടുത്താലും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആര് കണ്ട്? ഗവൺമെന്റ് സ്ഥാപനമൊന്നും അല്ലെന്ന് തോന്നുന്നത്. പോലീസ് നല്ലപോലെ കൈക്കൂലി മേടിക്കുന്നു. അതാ എനിക്ക് മനസ്സിലായത്. അല്ല ഇങ്ങനെ ചെയ്യത്തില്ല പോലീസ്. ഇവന്റെ നിന്ന് നല്ലപോലെ കാശ് മേടിച്ചിട്ട് ഇവർ കള്ളക്കേസുകൾ ഉണ്ടാക്കി അവനെ സഹായിക്കുന്നേ കാണുന്നു. അതിന് എന്താ മനസ്സിലാകുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയണോ? പറയരുത് അല്ലേ? വായടപ്പിക്കുക. ഇങ്ങനത്തെ ക്രിമിനലുകളെ പറ്റി ഒന്നും പറയരുത്. ഒരു പെങ്കുച്ചിനെ പീഡിപ്പിച്ചെന്നുള്ള വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നാട്ടുകാർ മുഴുവനും. ഒറ്റ പോലീസ് അത് കണ്ടിട്ടില്ലെന്ന്. കമ്മീഷണർ കണ്ടില്ല, കളക്ടർ കണ്ടില്ല, DGP കണ്ടില്ല, ആരും കണ്ടില്ല. വനിതാ കമ്മീഷൻ കണ്ടില്ല, കോടതി കണ്ടില്ല, ജഡ്ജി കണ്ടില്ല, ആരും കണ്ടില്ല. സഞ്ജു ടെക്കിയുടെ വീഡിയോ ഇവരെല്ലാവരും കണ്ടു. സഞ്ജു ടെക്കി വീഡിയോ എടുത്തു വെള്ളം കൊണ്ട് കാറേ പോയെന്ന്. അതിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവന്റെ ആജീവനാകാലം ലൈസൻസ് റദ്ദാക്കാനൊക്കെ എന്തൊരു ധൃതിയാണ്. അതിന് സ്വമേധയാ കേസെടുക്കാം. ഇവിടെ ഒരു പെങ്കൊച്ചിരുന്നുകൊണ്ട് റേപ്പെന്നും ചതിച്ചെന്നും വഞ്ചിച്ചെന്നും പിന്നെയും തുടരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ തന്നെ ഇടുന്നവർ. അതിനൊരു കുഴപ്പമില്ല. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? അതെങ്ങനെ ശ്രദ്ധിക്കുന്നു? ബാല എന്ന് പറഞ്ഞാലല്ലേ, ബാലയും ഇക്കയൊക്കെ പറയുന്ന ആണല്ലോ നമ്മൾ എടുക്കണ്ടേ അല്ലേ? അല്ലാതെ ഇവനൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താ അവന്മാർ തോക്കെന്നൊക്കെ പറഞ്ഞാൽ അതും ബാലസാർ അങ്ങനെ തോക്കൊന്നും എടുക്കത്തില്ല. നീ കള്ളനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് ബാക്കി എല്ലാവരും കള്ളന്മാരെ, കണ്ടവരും കേട്ടവരും എല്ലാം കള്ളന്മാരെ. അവൻ മാത്രം സത്യസന്ധനും നല്ലവനും. അവിടെ പറയാം മെഡിക്കൽ കോളേജ് പഠിച്ച കൊച്ചിന് എന്തിനാടാ പൈസ? എന്ത് സർജറിക്കാ മെഡിക്കൽ കോളേജ് പൈസ മേടിച്ചോ? അതെന്ന് പറഞ്ഞേ. ഇവൻ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ ആരുടെ ഹാർട്ട് സർജറി നടത്തി കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഇവന്റെ ആവശ്യമൊന്നുമില്ല ഹാർട്ട് സർജറി നടത്താൻ. അവിടെ ചെറിയ ഗ്ലൗസ് മേടിച്ചു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വല്ല ക്യാനില മേടിച്ചു കൊടുത്ത് കാണും. അങ്ങനെയുള്ള കാര്യങ്ങളെ മേടിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഒരു ഹാർട്ട് സർജറിക്ക് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡോക്ടറാണെന്നോട് പറ. അതെന്നെ പരിപാടിയാ? മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏത് ഹാർട്ട് സർജറിക്കാടാ കാശ് മേടിക്കുന്നത്?
ഇതെന്തോ വിളിച്ച് പറയാൻ? ഇതൊക്കെ കണ്ടോണ്ട് മീഡിയക്കാർ മിണ്ടായിരിക്കുക. അവന്മാർക്ക് ഒരു ചോദ്യം ഇല്ല ഇവനോട്. അവർ കാശ് മേടിച്ചു ഇവൻ്റെ നിന്ന്. നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്തേലും? അങ്ങനെയാണോ ഒരുത്തനെ നിർത്തി ചോദിക്കുന്നത്? അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ പോകുന്നത്, അല്ലാതെ ഇവന്മാർ പറയുന്നത് മാത്രം കേട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനാണോ മാധ്യമമാണെന്ന് പറഞ്ഞുകൊണ്ട് ജേർണലിസ്റ്റുകൾ പോയേക്കുക? നാണോ ഉണ്ടോ നിനക്കൊക്കെ? മെഡിക്കൽ കോളേജിന്റെ കാര്യം ആൾ അന്വേഷിക്കാനോ? എന്തോ അന്വേഷിക്കാൻ? എന്തിനു അന്വേഷിക്കണം? മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവൻ ആരോപിച്ചേക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. ഏത് സർജറിക്കാണ് മെഡിക്കൽ കോളേജിൽ പൈസ മേടിച്ച് സർജറി ചെയ്തെന്ന് അറിയണം. ഏത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എത്ര രൂപയാണെന്ന് അറിയണം. അത്രയും പൈസ മേടിച്ചിട്ട് ആണോ അവിടെ സർജറി നടക്കുന്നത്? അവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണല്ലോ ഇത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അങ്ങനെ എടുക്കത്തില്ല. എനിക്കറിയാവുന്ന ഒരിടത്തും എടുത്തിട്ടില്ല. നമ്മളും പേഷ്യൻസിനെ അവിടെ വിടാറുള്ളത്. നമ്മൾ ഒരു നിവൃത്തിയില്ലാത്തപ്പോഴാണ് പേഷ്യൻസിനെ അങ്ങോട്ടൊക്കെ മാറ്റി കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് ചികിത്സിച്ച് അവർ നല്ല വൃത്തിക്ക് പേഷ്യൻ്റ് പുറത്തിറങ്ങുന്നുണ്ട്. സൗകര്യങ്ങൾ കുറവാണ്, ശരിയാണ്, തിരക്കാണ്, വളരെ കുറവാണ്. എങ്കിലും ഒരുപാട് പേർക്ക് ഗുണമുള്ള ഇതേപോലെ ഫ്രീ ആയിട്ട് എത്ര ദിവസം ഓരോരുത്തർ അഡ്മിറ്റ് ആയി കിടന്നത്. പുറത്താണ് 2-3 ലക്ഷമാണ് സ്ഥലത്ത് 1 രൂപയില്ലാതെ വളരെ കുറച്ച് പൈസ. ഞാൻ കണ്ടിട്ട് ഒരു 10-15,000 രൂപയുടെ പല സാധനങ്ങളും പല ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്കാൻ ആയിട്ട് എഴുതി വിട്ടതിൻ്റെയൊക്കെയുള്ള പൈസ മാത്രമേ ആയിട്ടുള്ളൂ. അതാണ് ഈ വിളിച്ച് പറയുന്നത് ഹാർട്ട് സർജറി നടത്തിയെന്ന്. ഹാർട്ട് സർജറി നടത്തിയിട്ടില്ല, കള്ളം പറയുന്നു. മെഡിക്കൽ കോളേജിനെ പറ്റിയാണോ കള്ളം പറയുന്നത്? നിന്നുകൊണ്ട് കമ്മീഷണർ ഓഫീസറുടെ മുന്നിൽ നിന്നുകൊണ്ട് അടിക്കും, ഇടിക്കും, തൊഴിക്കും, ആക്രമിക്കും അത് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് മെഡിക്കൽ കോളേജിനെ പറ്റി ഇത് പറഞ്ഞു. എന്നിട്ട് ഭാര്യയെ കൊണ്ട് വന്നേക്കുവോ, ഭാര്യയെ കൊണ്ട് കരയാൻ പൊട്ടിക്കരഞ്ഞു. നോക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് ചിരിക്കുന്നു. അതൊരു കോമഡി ആയിപ്പോയി കേട്ടോ. അവളെ അതിനും കൊള്ളത്തില്ല. കരയണം. അതിന് അവിടെ നിന്ന് ചിണുങ്ങല്ല വേണ്ടത്, ചിണുങ്ങ് നിന്നുണ്ട്. ഇതുപോലെ ഉളുപ്പില്ലാത്ത എന്തൊരു ജാതി, എവിടെ നിറങ്ങിയടാ ഇതൊക്കെ? അവനും നാണോ ഇല്ല, അവക്കും നാണോ ഇല്ല. ഇവളാണ് ആറാട്ടനെ കർണക്കുറ്റിക്ക് അടിച്ചത്, ചെരിപ്പൂരി അടിച്ചത് അവന്റെ വീട്ടിൽ വെച്ച്. ഈ കോകില ആറാട്ടനെ കേസ് കൊടുത്തില്ല, പരാതി കൊടുത്തില്ല. അവന് പേടി. ഇവനെ എല്ലാവർക്കും പേടിയാകുന്ന എന്തുകൊണ്ടാന്നാ നിങ്ങൾ വിചാരിച്ചത്? പോലീസുകാർ ഇവന്റെ കൂടെ നിൽക്കുന്നോണ്ടാ. അല്ലാതെ അങ്ങനെയുള്ള എത്രയോ പേര് വന്നതെന്നറിയോ? ഇവൻ ഇതുവരെ ഉപദ്രവിച്ച ആരും ചെന്ന് പരാതി കൊടുക്കാതെ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഇതുപോലെ ഇടപെടുന്നോണ്ടാ. പരാതി കൊടുക്കുമ്പോൾ ഞാൻ തോക്കണമെന്നതിന് തോക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ, മീഡിയയുടെ മുന്നിൽ മുഴുവൻ നിന്ന് തോക്കില്ലെന്ന് പറഞ്ഞിട്ടും ആ തോക്ക് ഇവര് മുക്കിയിട്ടുണ്ടെങ്കിൽ, ഇവർ FIR തോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ, ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഒരു മീഡിയ അറ്റൻഷൻ പോലും കിട്ടാത്തവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർ എങ്ങനെയായിരിക്കും അവരെ ഡീൽ ചെയ്യുന്നത്? അവന്റെ കേസ് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പോലീസുകാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ നടത്തിയേക്കുന്നത്, ഇത്രയും അക്രമങ്ങൾ നടത്തിയിരിക്കുന്നത്, ഇത്രയും പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടത്. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം പോലീസിനാണ്. കാരണം ഇവൻ എന്ത് പരാതി കൊണ്ട് ആര് എന്നാലും ഇവൻ എടുക്കുന്നില്ല. എല്ലായിടത്തും ഇവൻ കാശ് കൊടുക്കുക. അത് നക്കാപ്പിച്ച മേടിച്ചിട്ട് ഈ സാധാരണക്കാരുടെ മുന്നിലെല്ലാം ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവൻ എന്ത് തോന്നിവാസം ആകാന്ന്. അതല്ലേ അവൻ കാണിച്ചത്. എല്ലാ കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുവോ, ഭീഷണി മുഴക്കുവോ, ഇടിപൊടി എന്ന് വിളിച്ചെന്ന്. അതിവിടെ ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ കൂട്ടുകാരോടും അങ്ങനെ തന്നെ ഇടപെടുന്നത്. അല്ല ഇടിപൊടി എന്നുള്ളത് ഒരു മോശം രീതിയിൽ വിളിക്കുന്നൊന്നുമല്ല. പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന 2 പ്ലേസുകളാണ്. ഒന്ന് കോടതി പറയുന്നത്, ഈ കമ്മീഷൻ ഓഫീസ് എന്ന് പറയുന്നത്. അവിടെ ഭീഷണി മുഴക്കുമ്പോൾ സ്വമേധയാ കേസ്, അവിടെ നിന്ന് ഭീഷണി മുഴക്കിയാൽ കേസ് എടുക്കണം. അത് ആരാ ഇവൻ ആരാ നിയമം കയ്യിലെടുക്കാൻ? അവൻ പറഞ്ഞു കേട്ടോ ഞാൻ നിയമം എടുക്കുമെന്ന്. അതിനൊന്നും അവിടെ നിന്ന് പോലീസിന്റെ വായിക്കാത്തിരുന്നോണ്ട് ഭീഷണിപ്പെടുത്തി. അവിടെ നിന്നുകൊണ്ട് മെഡിക്കൽ കോളേജിനെ പറ്റി ഇത്രയും അപവാദങ്ങൾ പറഞ്ഞിറക്കി. സത്യത്തില് പോലീസിനെ അപമാനിക്കുകയാണ്. പോലീസിനെ അപമാനിച്ചിട്ടുണ്ട്. പിന്നെന്ത്? ഇതേ സമാനമായ കേസ് ഇവനെതിരെ ഞാൻ കൊടുത്തിട്ടുള്ളതാണല്ലോ. കേസ് കോടതി നടക്കുന്ന. ഇവനെ ഇത്രയും അനുവദിച്ചു കൊടുത്ത പോലീസുകാരെ, ഈ പോലീസുകാരുടെ കൂട്ടും കൂടി ഇവിടെ കുറെ കമ്പനിക്കാരുണ്ട്. ഇവരെല്ലാമാണ് ഇവന് ഈ ഒത്താശകളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇവന്റെ ഓരോ കേസ് ഇവനെ ഊരി കൊടുക്കുന്നത്. മോഹൻസൺ മാമ്പള്ളിയുടെ പരിപാടി നടന്നപ്പോൾ ഇവൻ അതിനകത്ത് എന്തൊക്കെയോ പങ്കുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇതുപോലത്തെ തട്ടിപ്പുകാര്, ഗുണ്ടകള്, അവൻ തന്നെ ഒരു ക്രിമിനല്. അല്ല, ഇതില് രണ്ടും തമ്മിൽ ഭയങ്കര സാമ്യതയുണ്ട്. കാരണം മോൺസണും പറയുന്നത് ഇത്ര കോടി എനിക്ക് അസറ്റ് ഉണ്ട്, ഇയാളും പറയുന്നത് എനിക്ക് ഇത്ര കോടി. ഇവന്മാർ ഈ കോടികൾ ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ കുറെ പേരെ പറ്റിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. ഇതൊക്കെ അന്വേഷിക്കണ്ടേ? എന്തിനാ ഇവൻ ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നേ? എന്തിന് കേരളത്തിൽ നിൽക്കുന്നു? ഇതിനകത്ത് ദുരൂഹതയൊന്നും ഇല്ലേ? പിന്നെ പോരാത്തതിൽ ഒരിക്കലും മോൺസനെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം രണ്ടുപേരും ഒരേ ഇതിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ഇവന്മാരെല്ലാം തട്ടിപ്പുകാരാണ്. മോൺസന്റെ ഒക്കെ കൂടി അതുപോലെ തന്നെ ബാക്കിയുള്ളവന്മാരെല്ലാം ഇതുപോലത്തെ ആൾക്കാരാണ്. എൽസോത്ത് പറയുന്നതിനകത്ത് കുറെ പെൺവാണിഭവും വരുന്നുണ്ട്. ഏതോ ഒരു റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ടോ ഏതാണ്ടൊരു ഗസ്റ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അലിഗേഷൻസ് ആ പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് പിന്നെയും പോലീസ് എന്താ വെറുതെ ഇരിക്കുന്നേ? ഇതൊക്കെ ഉള്ള കാര്യങ്ങളാ.
പിന്നെ അവള് ചുമ്മാ അങ്ങ് പറയുക, അവള് പറയുന്ന എല്ലാം ചുമ്മാ, ഇവൻ പറയുന്ന എല്ലാം കാര്യം. ഈ ക്രിമിനൽ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്താ അവിടെ വന്നത് കൊണ്ടാണോ? അവിടെ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണോ അത് ശരിയാവുന്നത്? ഇത്തിരി തെണ്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുന്നാരിച്ച് താലോലിച്ചു. അവൻ അന്ന് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നിൽക്കുക ഒരു പോലീസുകാരൻ, ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആരുടെ അടുത്ത്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അപ്പോൾ പോലും നമ്മുടെ നേരെ എന്താടോ ഏടോ ഇങ്ങനെ വന്ന് പിടിച്ചു നോക്കുന്നു, തട്ടുന്നു. എന്ത് ചെയ്തിട്ടാ? ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുക്കുന്നു. ഒരുമാതിരി രീതിയിലൊക്കെ മറ്റേ ഈ തറ തെണ്ടികൾ ഇടപെടുന്ന പോലെ ഇടപെടുന്ന പോലീസുകാർ. പോണ വർത്താനം വേറെ. ഇതൊക്കെ ഞാൻ കാണുന്നത്. അല്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന അതെന്തോ ഒരു കൊച്ചു അതിനെ അപമാനിച്ചെന്നുള്ള കാര്യത്തിന് ഇവൻ്റെയൊക്കെ മുന്നിൽ പോയി നിൽക്കാവോ? എന്തൊരു മനുഷ്യരാണോ നിങ്ങൾക്ക്? എന്തൊരു മനുഷ്യരാ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ തെണ്ടിയൊക്കെ ഇങ്ങനത്തെ നാറികളെയും ഇങ്ങനത്തെ ക്രിമിനലുകളെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. ഒരു സിസ്റ്റവും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തരത്തിന് ഇവിടെ ഇട്ട് ഈ പുന്നാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെ അങ്ങ് നാട്ടിൽ പോയാൽ എന്താ? അവൻ അവിടെ ചെന്നാൽ അവൻ അടി കിട്ടും. ആരും വെട്ടിക്കൊല്ലു ഇവനെ ഇതുപോലത്തെ പണി കാണിച്ചാൽ. ഇവിടെ അങ്ങനെയുള്ളവരില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ടോളറൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ പരിപാടിക്ക് ആരും പോകാത്തതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവനെ ഇവൻ. സത്യമേവ ചെയ്ത് നോക്കി ഇരുന്നാ മതി. പോലീസുകാരെ കൊണ്ട് നടന്ന തന്നെ. നമ്മളിപ്പോൾ ഒരു പരാതി കൊടുക്കുവാണുണ്ടല്ലോ, ആരും എടുക്കത്തില്ല. ഓ ഇവന്മാർ അല്ലെ കാശ് കൊടുക്കണം. ഞാൻ എത്ര തരണമെന്ന് പറയാമോ? ഇവൻ തരുന്ന പൈസ ഞാൻ തരാം, അത് ഞാൻ റെഡി. അല്ല എനിക്കത് അറിഞ്ഞാൽ മതി. എങ്ങനെയാണ് അത് അറിയുന്നത്? അല്ല എനിക്ക് പറയാം, ഞാനിത് കേട്ടിട്ടുണ്ട്. ഇവര് കൈക്കൂലി കൊടുക്കുന്ന കേട്ടിട്ട്. ഞാൻ ഇതുവരെ ആർക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ സാറേ? ഏതെങ്കിലും ഒരു സാറുമാർ പറഞ്ഞാ ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നാൽ ഞങ്ങൾ ഇത് ചെയ്യാം, ഞാൻ പൈസ തരാം, ഉറപ്പായിട്ടും തരാം. 100% ഞാൻ പൈസ തരും. കൈക്കൂലിയൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമല്ല. ഞാൻ അതിന് ടിപ്പ് തരുന്ന പോലെ ഞാൻ കണ്ടോളാം. എനിക്കറിയത്തില്ല, നമ്മൾ സാധാരണഗതി നടക്കുന്നില്ല. പിന്നെ ഇവൻ കാശ് മുടക്കിയാലും കുഴപ്പമില്ല. സത്യം ജയിക്കണമെന്ന് അതിനുവേണ്ടി കുറച്ച് കൈക്കൂലി കൊടുക്കാന്ന്. അങ്ങനെയല്ലേ ഇവർ പണിയെടുക്കുന്നത്. അത് ഇവരൊക്കെ കാശ് കൊടുത്തില്ല, നമ്മൾ കൊടുത്ത് പരാതിക്കകത്തില്ലാത്ത പ്രത്യേക എഫക്റ്റ് ഒക്കെ നമുക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാവുന്ന അതാണ്. എനിക്കതാണ് മനസ്സിലാവുന്നത്. അല്ലെന്ന് എങ്ങനെ ഞാൻ വേറെ എങ്ങനെ അല്ല എനിക്ക് മനസ്സിലാക്കി താ. നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നാലും മതി, പറഞ്ഞു തരണം. അതിനുള്ള ഒരു ഉത്തരവാദിത്വമെങ്കിലും ഒന്ന് കാണിക്കും. അങ്ങനെ ചെയ്താൽ മതി എന്നല്ല, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് കേസിനകത്ത് തോക്കെന്ന് പറഞ്ഞ സാധനം അവർ ഒഴിവാക്കിയിട്ട് തോക്ക് വീട്ടിൽ ചെന്ന് തെരഞ്ഞിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലാക്കിത്താ. ആ കള്ളം എന്റെ കേസിൽ ഞാൻ ഇപ്പൊ പറയിക്കാൻ പറ്റുന്ന എങ്ങനെയാന്നൂടെ പറഞ്ഞതാ. ബേസിക്കായിട്ട് വീട് അതിക്രമിച്ച് കയറിയതിന് പോലും കേസ് എടുത്തിട്ടേ ഇത് അതുപോരാ. ആ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോക്കാണ്. ഇവിടെ കയറി വന്നതിന്റെ എല്ലാം തെളിവും ഈ CCTV വിഷ്വലും ഒക്കെ ഉണ്ട്. തോക്കേ ഉള്ളു കണ്ടെത്താനുള്ളത്. അതിനകത്ത് സാക്ഷികളുണ്ടാകുന്നു, 3-4 സാക്ഷികളുണ്ട്. അവരെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യണം. അല്ല ചോദിച്ചിട്ട് പോലും ഇല്ല എൽസോത്തിനോട് തോക്കുണ്ടോന്ന്. അവിടെ വീട്ടിൽ ചെന്നിട്ട് എൽസോത്ത് പോലീസിനെ കണ്ടിട്ടില്ലല്ലോ. ഒരു പെണ്ണിനെ വീട്ടിൽ പൂട്ടിയിട്ടേക്കുക, പോലീസുകാർ എന്നിട്ട് തിരിച്ചിറങ്ങിയിട്ടത് ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന്. അതെങ്ങനെയാ സംഭവിച്ചത്? അതുപോലെ എനിക്ക് ഈ കേസിലൊന്ന് സംഭവിപ്പിച്ച് തരാമോ? അതിന് ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെ ബിഹേവ് ചെയ്യണം? ഞാൻ ഇതേപോലെ പെണ്ണുങ്ങളെ തല്ലുകയും പുറത്തിറങ്ങി അടി ഉണ്ടാക്കുകയും വേറെ ഏതെങ്കിലും വീട്ടിൽ ഇതുപോലെ അതിക്രമിച്ച് കയറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണോ അതിന്റെ ക്വാളിറ്റി? ഞാൻ കാര്യമായിട്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്യണോ? അതോ സിനിമയിൽ അഭിനയിക്കണം? ഞാൻ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവൻ 2-3 സിനിമയിൽ അഭിനയിച്ചു, ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. വേണം ഇനിയും സിനിമയിൽ അഭിനയിക്കാം. എനിക്ക് ഇഷ്ടംപോലെ ചാൻസ് കിട്ടി. ഞാൻ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പോകാത്ത കേട്ടോ, ഉള്ള കാര്യം പറയാം. എനിക്ക് ഒരു താല്പര്യമില്ല. ഇടയ്ക്കൊക്കെ ഒത്തിരി പേര് വിളിച്ചാൽ പോകാറില്ല. പക്ഷെ ചിലതിനകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. 1-2 എണ്ണം വന്നിട്ടുണ്ട്. അതിന് ചിലപ്പോൾ പോകും. അത് എൻ്റെ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട്. അല്ല വേറെ ഒരിടത്തും ഞാൻ പോകത്തില്ല. എത്ര വിളിച്ചാലും പോകത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു ഏരിയ അഭിനയം. പിന്നെന്തോ അല്ല അതല്ലേ പിന്നെന്തോ കാശ് മേടിക്കുന്നുണ്ടെന്നുള്ളതാണ്. അഭിനയിച്ചതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ ഉണ്ട് എത്രയോ നടന്മാരെയൊക്കെ ഇവന്മാർ പിടിക്കുന്നു. ഇവർക്ക് പ്രയോജനമുള്ള രീതിയിൽ എന്തോ ചെയ്യുന്നുണ്ട്. പോലീസുകാർക്ക് എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ സ്വമേധയാ കേസ് എടുക്കേണ്ട പല കാര്യങ്ങളും കേസ് എടുക്കാതെ സ്വമേധയാ എടുക്കണ്ട. നമ്മൾ ചെന്നല്ലോ പരാതിയായിട്ട് ചെന്നിട്ടാ വീഡിയോയുടെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് മീഡിയയിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക തോക്കെന്ന്. മാക്ക് ഒരു 10 പ്രാവശ്യം പറഞ്ഞ തോക്ക് FIR 2 മണിക്ക് ഇട്ടിട്ട് കാണിച്ചേക്കുക. തോക്കില്ല, അത് FIR ഇല്ല. പരാതിക്കകത്ത് അവസാനം കണ്ട് എഴുതി വെച്ചേക്കുന്നു ചെറുതായിട്ട്, നൈസായിട്ട്. ഏതാ
മറ്റേ മരണം. അതെന്തോ പരിപാടിയാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം ഒഴിവാക്കി കൊടുത്തത് എങ്ങനെ? എനിക്കപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിവാക്കണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ തരണ്ടേ? എത്ര രൂപ തരണമെന്ന് പറയണം. എനിക്കത് അറിഞ്ഞാൽ മതി. രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. ആരും അറിയത്തില്ല. ഞാൻ ഒരു കാരണവശാലും പറഞ്ഞില്ല. കാരണം എനിക്ക് ഇതിനകത്ത് ഈ പ്രശ്നമുണ്ട്. എനിക്ക് വേണ്ടേ? എനിക്കെങ്ങനെ നീതി കിട്ടുന്നത്? എനിക്ക് നീതി കിട്ടത്തില്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് നീതി കിട്ടുന്നത്? ആ രീതിക്ക് തന്നെ മതി. നിങ്ങൾക്ക് പൈസയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പറ. അല്ല, ഇനി സ്വാധീനം ഉപയോഗിക്കാൻ എനിക്ക് അതില്ലായിരുന്നു. അതിനിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ഇനി എന്തോ ഒരു സമയം എടുക്കും. ഇവർക്ക് അങ്ങനെ ഉണ്ട്. ആ സ്വാധീനിച്ച ആളാരാണ്? അവർ ഇവരുമായിട്ട് എന്താണ് ബന്ധമെന്ന് അറിയാമെങ്കിൽ അല്ലെ സ്വാധീനിച്ച ആളെ പറ. ഞാൻ പുള്ളി ഒന്ന് സ്വാധീനിക്കാൻ നോക്കാം. ഏത് ഞാനും ചെന്ന് അയാളോട് പറയാം. ഏതെങ്കിലും MLA-യോ മന്ത്രിയാണോ ഞാനും പുള്ളി ഒന്ന് കാണണ്ടേ? ഞാനും ചോദിക്കാം, സാറേ എങ്ങനെയാ അവനെ പറ്റി സാറ് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കാവോ? രഹസ്യമായിട്ട് ചെയ്തോളാം. ഞാൻ ഒരിക്കലും ഇരുന്നാലും പറയത്തില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പറയണം. നമ്മൾ നേരായ വഴി പൊക്കോണ്ടിരിക്കുക. നേരെ വന്നു, നേരെ പോയി. പരാതി കൊടുക്കേണ്ടത് കൊടുത്തു, കേസാക്കേണ്ടതാക്കി. ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഈ സമയത്തൊന്നും. എന്നിട്ട് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഞാൻ നാട്ടിലുള്ളൂ. അതിന് മുമ്പ് ഞാൻ കുവൈറ്റിലാന്ന് 11 വർഷം ജോലി ചെയ്യുവാന്ന്. ഗൾഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ കള്ളക്കേസും ഉടായ്പും. ഇങ്ങനത്തെ പോലീസുകാർ, അയ്യോ. അല്ല, അങ്ങനെ ഉണ്ട്. എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ ഞാനത് എന്നാ പറഞ്ഞേ, 2008 പോയതാ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. BNS എന്നൊക്കെ പറഞ്ഞ പരിഷ്കരണമൊക്കെ നടന്നു. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതാ. ഇല്ല, ഒന്നും പഠിക്കാൻ നമ്മളിതൊന്നും പഠിക്കുന്നത് ഇടപെടുന്ന ആളുകളല്ലല്ലോ. നമ്മൾ സാധാരണക്കാരല്ലേ, പാവങ്ങളല്ലേ, അറിഞ്ഞില്ല. അതുകൊണ്ട് ചോദിക്കുക ഇവിടെ എങ്ങനെയാന്ന്. അതും അവിടെ കിടന്ന് ബാർഗൈൻ ചെയ്യുമായിരിക്കും. അവൻ കാശ് തരാന്ന് പറഞ്ഞോ? ഇപ്പൊ വിളിക്കുവോ? എന്ത് കാരണവശാലും പേടിക്കരുത്. ഞാൻ അതിൽ എത്ര ആണെന്ന് വെച്ചാൽ പറഞ്ഞത്, ഞാൻ അതിൽ കൂടുതൽ അതാ വിളിച്ചു പറയും. പൊട്ടനാ. അതും പറഞ്ഞ ആരും പറ്റിക്കരുത് കേട്ടോ. അവനെ ആരാണ്ട് ഓൾറെഡി 50 ലക്ഷം മേടിക്കാതെ അവന് പറ്റിച്ചതേ ഉള്ളൂ. ഇതൊക്കെ പോലീസുകാർ എന്നാണോ വിളിച്ച് പറയുന്നതെന്ന് ഇപ്പൊ സംശയിക്കേണ്ടി വരും. ഇങ്ങനെയാണേല് ഇതിനിടയില് അല്ലേ, അവനിന്ന് കാശ് മേടിച്ചിട്ടുള്ളവർ തന്നെ ചിലപ്പോൾ വിളിച്ച് പറയായിരിക്കും. ഒരു 50 ലക്ഷം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? ഇവൻ പേടിച്ച് ചെന്ന് കേസ് കൊടുക്കുമെന്ന് അറിയാലോ. ഈ കള്ളന്മാരുണ്ട് പോലീസിൽ ഒത്തിരി. അയ്യോ, അല്ല ഇങ്ങനെ നടക്കൂ? കള്ളന്മാരാണല്ലോ കൈക്കൂലി മേടിക്കുന്നത്. അവന്മാർ എന്തും ചെയ്യത്തില്ലേ? കള്ളക്കേസ് സ്വന്തം ജോലിയിൽ ഇത്രയും എന്താ പറയണ്ടേ, പോലീസായിട്ടൊരു ജോലി കയറിയിട്ട് ജനസേവനം എന്ന് പറഞ്ഞിട്ട് കൈക്കൂലി മേടിച്ച് കള്ളക്കേസ് ഉണ്ടാക്കുന്നവന്മാരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്തൊക്കെ തെണ്ടിത്തരം അവർ കാണിക്കുന്നുണ്ടാവുമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെ ഉണ്ട്. എനിക്കിനി പോലീസിനെ സംശയം. അല്ല, എനിക്ക് അതെ ഇത് അവനോട് പറഞ്ഞു കൊടുത്തതിന് പോലീസുകാരാണോ എന്ന് ആർക്കറിയാം? ഈ ബുദ്ധിയൊക്കെ ഇങ്ങനെ ചെയ്യ് ബാലയണ്ണ, ഇത്രയും രൂപ തന്നതല്ലേ, നീ അങ്ങോട്ട് കയറി, ഞങ്ങൾ ഏറ്റ് ബാക്കി അവനെ അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. അതും പറയാൻ പറ്റത്തില്ല കേട്ടോ. മറ്റേ എനിക്ക് ഓർമ്മയുണ്ട്, ആ CI തിരുവല്ല SHO അവിടെ കിടന്ന് കാണിച്ചതൊക്കെ. എന്തല്ല പിറ്റേ ദിവസം ഭീഷണി, വലിയ കേസ് വരാൻ പോവാ, ചെറുത്താനെ പൊക്കാൻ പോവാ, പട്ടാളം വരാൻ പോവാന്നൊക്കെ പറഞ്ഞ ആളുണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞു? എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസറെ കൊണ്ട്? അയാൾ ആരുടെ ഭാഗത്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇക്ക വിളിച്ചെന്ന്. എന്നിട്ട് ഇക്ക അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഭാഗ്യത്തിന് അറസ്റ്റിലായി. ഇല്ല, നമ്മളൊക്കെ കള്ളനും ഇതുപോലെ തെറി വിളിച്ചെന്നൊക്കെ പറയുന്നവൻ വലിയ സീരിയസ് ആയിട്ട് കൊണ്ട് നടക്കുക. ഈ കള്ളത്തിലൊക്കെ ഇവർക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഒരു ദിവസം മൊത്തം എന്നെ കൊണ്ട് നടന്നു. എന്നിട്ട് ഇവിടെ വന്ന് തെളിവെടുപ്പെന്ന് പറഞ്ഞ ഓരോ കള്ളത്തിലൊക്കെ കാണിച്ചിട്ട് പോയി. ഈ കഴിഞ്ഞ ദിവസം ആ CI എന്നെ പോയി പെട്ടിട്ടുണ്ട് എവിടെയോ. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. 1 അല്ല 3 പരാതി ഇയാൾക്കെതിരെ, ആ SHOയ്ക്കെതിരെ. സുനിൽ കൃഷ്ണൻ എന്നാ പേര്. ഞാൻ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കയറി നോക്ക്. തിരുവല്ല SHO എന്നിട്ട് ഒരു MDMA കേസ് പിടിച്ചിട്ട് മകനെ പ്രതിയാക്കി. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് സെറ്റിൽമെന്റ് സംസാരിക്കുന്നു. അത് മാധ്യമങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റാണ്. എന്നെപ്പറ്റി കള്ള വാർത്ത കൊടുത്തു, ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ കള്ള വാർത്ത കൊടുത്തു, എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്. അതേ ആള് തന്നെ വീണ്ടും കള്ളവാർത്ത കൊടുത്തതാണ്. എന്നിട്ട് കേസുണ്ടാക്കി ചുമ്മാ ഓരോന്ന് കളിക്കുക കിടന്നുണ്ട്. അതിനെതിരെ അടുത്ത പരാതിയുണ്ട്. വേറെ ആരാണ്ടൂടെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ നാട്ടിൽ മൊത്തം പരാതിയാണ് ഒരു CIയെ പറ്റി. ആ CI ആണ് എന്നെ ഈ പരിപാടി കാണിച്ചത്. ഞാൻ ആ CIക്കെതിരെ ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു ആക്ഷനും ഇല്ല. ഇവിടെ എല്ലാം കള്ളന്മാരാണോ? എന്തൊരു അവസ്ഥയാന്ന് നോക്കിക്കോണേ. ഇതെല്ലാവരും മനസ്സിലാക്കിയിരുന്നു. ഇതിനകത്ത് നൂരാൻ എന്തെങ്കിലും ഒരു നടപടി നല്ല പോലീസുകാരുണ്ടെന്ന് പറഞ്ഞതാ. നല്ല പോലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ, ഇതിനകത്തൊന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ, അല്ലെ ആരെങ്കിലും പറഞ്ഞ, ഏതെങ്കിലും കോടതിയിലെ ജഡ്ജോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ, ഇതിനകത്തുനിന്നൊക്കെ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഇങ്ങനത്തെമാരുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇവരുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒന്ന് മാറി നിൽക്കും?
എന്തെങ്കിലുമൊക്കെ ആയിപ്പോ ആർക്ക് വേണേലും കള്ളക്കേസ് ഉണ്ടാക്കാം, എന്തൊക്കെ കാണിക്കാം. ഇങ്ങനെയാണേല് അത് തന്നെ നമ്മളിങ്ങനെ തന്നെയാ. എന്റെ സംസാരത്തിലെ വാക്കുകൾ എന്ന് പറയുന്നതൊക്കെ എനിക്കറിയാം എന്തുവാന്ന്. അതൊന്നും ഇത്രയും ഇതിനും കൂടുതൽ വാക്കുകൾ അവിടെ ഇവിടുത്തെ മന്ത്രിമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാർ ഇതിൽ കൂടുതൽ വർഗീയതയും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയ കലാപം വരെ ഉണ്ടാക്കിയേക്കുന്നുണ്ട്. ഇന്ന് വരെ എൻ്റെ പേരിലൊന്നും ഒരു അടിയും ഇവിടെ ഒരിടത്തും നടന്നിട്ടില്ല. അല്ലേ, കുത്തിത്തിരിപ്പുണ്ടോ? പിന്നെ മൈരെന്നൊക്കെ പറയുന്നത് അത്ര വലിയ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ട് ഏറ്റവും കൂടുതൽ മൈര് കേൾക്കുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അവരെന്നോട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു എസ് ഐ എന്തോ മൈരിന് വന്ന് എന്തോ ഓരോ മൈരന്മാർ ഇറങ്ങിക്കോളൂ വന്ന് പരാതി കൊടുക്കാൻ ചെന്ന് എന്നെ. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഇത് പഠിച്ചത്. അപ്പം ഞാൻ ഓർത്തത് ലീഗൽ ടേം ആയിരിക്കുമെന്ന്. എന്തേ അല്ലേ, അതൊരു ലീഗലായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണെന്നാണ് ശരിക്കും ഞാൻ വിചാരിച്ചത്. അല്ല, നിങ്ങളെല്ലാവരും അങ്ങനെയല്ലേ വിചാരിച്ചിരുന്നത്? പോലീസുകാർ പറയുന്നതൊക്കെ എന്താ ഇല്ലീഗലായിട്ടുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കത്തില്ലല്ലോ. ഞാൻ കേട്ടത് പഠിച്ചത് അവിടെ നിന്ന്. ഈ മൈര് എന്താന്ന് അങ്ങനെ ഞാൻ മനസ്സിലാക്കി. പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കുന്ന വാക്കാണ് മൈര്. അത് ഞാൻ പറയുന്നു, അതിനെന്താ? അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിച്ച് നോക്കിയാൽ ഇപ്പൊ ബാലയുടെ പരാതി കള്ളപ്പരാതിയായിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്താണേലും വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് പോലീസിനെ സംശയമുണ്ട്. പിന്നെന്തോ വേറെ ആരെയോ പിന്നെ ആരെയോ അറിയാത്തൊരുത്തിനെ സംശയമുണ്ട്. പോലീസുകാർ തന്നെ ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരുത്തനും ധൈര്യം കാണിക്കത്തില്ല. കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭീഷണി മുഴക്കാൻ ഒരുത്തനും ധൈര്യം കാണിക്കരുത്. അങ്ങനെ പാടില്ല. ഇവൻ കോടതിക്കകത്ത് നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുമല്ലോ ഇങ്ങനെയാണേല്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എടോ ഇവിടുത്തെ ഹെഡ് ഓഫ് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് വരെ ചെന്നിട്ട് ഇവൻ ഇതാ കാണിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ലോക്കൽ പോലീസിന്റെ മുന്നിൽ ചെന്ന ഇവൻ ഇടിക്കുമല്ലോ. അല്ലേ, പോലീസിന്റെ മുന്നിൽ ഇവൻ അടിക്കും. അതിനുള്ള എന്തോ ഒരു സാധനം അവന് ശമ്പളം കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ ആ ധൈര്യം. ഭയങ്കരം തന്നെ. കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച ബാല സൂപ്പറാ കേട്ടോ. ആ കാര്യത്തിൽ ബാല സൂപ്പറായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അവനാണ് സ്റ്റാർ എടുത്ത്, സിനിമ സ്റ്റൈലാ, മനസ്സിലായോ? അത് ഇത്രയും കാണിച്ചു കൂട്ടി ഒരുത്തൻ. എവിടെയെല്ലാം ആ കേസ്, എത്ര പെണ്ണുങ്ങൾ, ഒരു കുഞ്ഞു വരെ പരാതിയുണ്ട്, കുഞ്ഞിന്റെ പേര് വരെ പരാതി കിടക്കുന്നവനാ. ഇറങ്ങി നടക്കോ ബലസുവാ. ഈ അയൽസുവത്തിനെ പലവട്ടം ഈ ഫേക്ക് ഐ ഡി കമന്റ് ഇടുന്ന മുഴുവൻ ഇവനാ. അല്ല വേറെ ആരും പണിയെടുക്കാൻ പൈസ കൊടുത്താൽ പോലും ചെയ്യത്തില്ല. ഇങ്ങനെ ഇത് പിടിക്കാൻ പറ്റും, അവരെ കണ്ടെത്താൻ പറ്റും. ഈ കമന്റ് ഇട്ടവർ ആരാന്ന് കണ്ടെത്താൻ പറ്റും. അവർക്ക് കിട്ടും. എന്നിട്ട് അവരെ പൊക്കിക്കഴിഞ്ഞാൽ അറിയാം ആരാ ഇവരെന്നൊക്കെ. അവൻ തന്നെയാണ്. ചില കമന്റ്സ് കാണുമ്പോൾ അറിയാം ഇവന്റെ ലാംഗ്വേജ് കണ്ടറിയാം ഇവനാന്ന്. എന്നിട്ട് എവിടെയോ പോയി പേടിച്ച് ജീവിക്കുന്നവരെ വീണ്ടും പീഡിപ്പിച്ച് അവരൊന്ന് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ പഴയ കല്യാണത്തിന്റെ കഥയും മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞ് കള്ളത്തരം പറയുക. അതൊക്കെ സിമ്പിളാ അല്ലേ? മയിര് ഭയങ്കര വലുതും ഇതൊക്കെ ഭയങ്കര സിമ്പിളും. ഇങ്ങനെ ഒരുത്തിന് ഓൺലൈൻ ഇരുന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും കേൾക്കത്തില്ല. സൈബർ സെല്ലിന് കാണണ്ട, പോലീസിന് കാണണ്ട, ആർക്കും അറിയത്തില്ല. എന്ത് വേണേ പറയാം. എന്നിട്ട് അവരിരുന്ന് പറയാം ആർക്കും എന്തും പറയാവോ എന്ന്. നീയൊക്കെ പറയുന്നതിനെതിര് പറയും. നീ പറയുന്ന കള്ളത്തരങ്ങൾ നമ്മളെന്താ പറയണ്ടേ? ഭാര്യ പെണ്ണാന്നും പറഞ്ഞുകൊണ്ട് കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഇവിടത്തൊന്നും ഇല്ല. പിന്നെ ഗ്രീഷ്മ പെണ്ണാന്ന് പറഞ്ഞുകൊണ്ട് എന്താ അവിടെ നമ്മളങ്ങനെ പെണ്ണാണല്ലേ? അങ്ങനെയൊന്നും ഇല്ല. അതുപോലെ തന്നെ ഉള്ളു ഇവളും. കള്ളത്തരങ്ങൾ വന്ന് പറഞ്ഞോളാ. അവളൊക്കെ എന്തറിഞ്ഞിട്ട് അവള് സംസാരിച്ചത്? നീയല്ലേ പറഞ്ഞു കൊടുത്തത് കള്ളങ്ങള്? 15 വർഷമായിട്ട് ഒരു പെണ്ണും ആ പെണ്ണിന്റെ ഭാവി എന്താവും? അവള് മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? അവരെ പറ്റി ഇത്രയും അപരാധം പറയാവോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതെന്തോ ഇങ്ങനത്തെ ഒരു എന്താ പറഞ്ഞ സിനിമയുണ്ടോന്ന് വെച്ചാൽ അതും ഇല്ല. സാധാരണ സ്ത്രീകൾക്ക് വരുന്ന നാട് വിട്ട് വന്നവനാ. സാധാരണ സ്ത്രീകൾക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങൾ മാത്രം ഇവനാൽ മാത്രം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, ഇവനെ കൊണ്ട് മാനസികമായിട്ട് പിന്നെയും സ്ട്രോങ് ആണ്. അത് തന്നെ. വേറെ വല്ലവരും ആത്മഹത്യ തന്നെ ഇവൻ്റെ കൂടെ കിടന്ന് ഈ ലേഡിക്ക്, അതായത് എൽസവത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയാണ് ഇവൻ. അവൻ തന്നെ വന്നിരുന്നുകൊണ്ട് ഒരാളെ കൊണ്ടിരുത്തി ഇതുപോലെ പീഡിപ്പിച്ചിട്ട് അവർക്ക് മാനസിക രോഗം ഉണ്ടെന്നും പറഞ്ഞ് കള്ളക്കേസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവൻ. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന്. എന്തിന്? അത് അവള് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന്. വല്ലവന്റെ മുന്നിൽ വെച്ചിട്ടും ഒക്കെ സെക്സ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചിട്ട് എലിസബത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? അതിന് അമൃതയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അമൃത ഇതുപോലത്തെ വല്ല കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇവൻ എന്തോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നോ അത് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേർക്കും സിമിലറാ. അതൊക്കെ കേട്ടില്ലേ നിങ്ങളാരും? കിടപ്പറ ദൃശ്യങ്ങൾ വീഡിയോഗ്രാഫി എടുക്കുന്നു. ഇവൻ ഏതെങ്കിലും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതെന്താ അന്വേഷിക്കാതെ അത് കേട്ടിട്ട്?
എവിടെയെങ്കിലും ഒരിടത്ത് ഒരു പെണ്ണിന്റെ ഇതുപോലത്തെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ കേസെടുക്കണ്ടേ? അത് വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് പല പെണ്ണുങ്ങളെ ആത്മഹത്യക്ക് കാരണം. ഈ കേരളത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടില്ല ഇതേപോലത്തെ പ്രശ്നങ്ങൾ കാരണം. അത് കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ടും പോലീസിനൊന്നും വേണ്ട. പക്ഷേ ബാലയോട് 50 ലക്ഷം ആരോ വിളിച്ച് ചോദിച്ചു. അത് ആരാന്നൊന്നും എനിക്കും അറിയത്തില്ല. അതിന് എനിക്കും പരാതിയുണ്ട് അങ്ങനെയാണേൽ. അല്ലെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി അവനെ കണ്ടുപിടിക്കണ്ടേ? ഇനി ഞാൻ പോയി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? സംഭവങ്ങള് ഓട്ടോമാറ്റിക് ആയിട്ട് IPC സെക്ഷൻ IT ആക്ട് പ്രകാരം 67, 67A, 292 IPC സെക്ഷൻ ബേസ് ചെയ്തിട്ട് സ്വമേധയാ പോലീസ് കേസ് എടുത്തിരിക്കണം. ഏതിന്? ഈ പോണോഗ്രഫി, അതായത് പോണോഗ്രഫിക്ക് എടുക്കണം. അതായത് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിയുടെ ഇൻഫോർമേഷൻ മാത്രം മതി. ആ സ്ത്രീ പേടിച്ചിട്ട് എവിടെയോ കിടന്നിട്ട് വീഡിയോ ചെയ്യാണ്, എന്നിട്ടും സ്വയം ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാവുകയോ പൊതുജനത്തിന് സ്വമേധയാ കേസ് എടുക്കേണ്ടതായിട്ട് പോലും എടുത്തിട്ടില്ലെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പോണോഗ്രഫി മനസ്സിലായോ? ഞാൻ പറയാം, ഇവൻ ഒരിക്കലും ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വെറുതെ ഇരിക്കുവല്ല. അത് പലരെ കാണിക്കുന്നുണ്ട്. അവന്റെ കൂട്ടുകാരെ കാണിക്കുന്ന പോലെ തന്നെ അവൻ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവൻ വീടുകളിൽ ഇവർ കണ്ട ക്യാമറ, ഇനി ഒളി ക്യാമറകളുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ലേ? അതെ, ആ കൊച്ചു ശ്രദ്ധിച്ചോണം. ഇവൻ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നതിന് അവിടെയൊക്കെ രഹസ്യമായിട്ട് വല്ല ബെഡ്റൂമിൽ ക്യാമറ ഉണ്ടോ എന്ന് വരെ നോക്കണം ഇവന്റെ. അതെ, ഇതിനു മുമ്പും പലർ